ഈശോയിൽ പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഒത്തിരി സ്നേഹമുള്ള വിശുദ്ധനായ കാർലോ അക്വിറ്റസിനെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. റെഡ് ടീഷർട്ടും കൂളിംഗ് ഗ്ലാസും ഡെനിം ജീൻസും എല്ലാം ഇട്ടു നിൽക്കുന്ന കാർലോയുടെ രൂപം ആൽത്താര വണക്കത്തിനായി ഉയർത്തിക്കൊണ്ട് തിരുസഭയും ഈശോയും നമുക്കൊരു സന്ദേശം നൽകുന്നുണ്ട്. നാം എല്ലാവരും ഓരോരുത്തരും വിശുദ്ധനും വിശുദ്ധയുമാകാൻ വിളിക്കപ്പെട്ടവരാണ്. വെറും 15 വയസ്സുവരെ മാത്രം ജീവിച്ച ഈ കൊച്ചു വിശുദ്ധന്റെ ശരീരം അഴുകാൻ അനുവദിക്കാതെ ഈശോ പൊതിഞ്ഞു പിടിച്ചത് എന്തുകൊണ്ടാകാം? എന്തായിരിക്കും നമ്മിൽ നിന്നും വ്യത്യസ്തമായി അവൻ ചെയ്തത്? ഒത്തിരി ഉത്തരങ്ങളുണ്ടെങ്കിലും 2 കാര്യങ്ങൾ നമുക്ക് ഇന്ന് ചിന്തിക്കാം. ഒന്ന്, അപ്പമായവനെ അനുഭവമാക്കിയവനായിരുന്നു കാർലോ. എന്നാൽ അവിടെ കൊണ്ട് അവൻ നിർത്തിയില്ല. താൻ അനുഭവിച്ചറിഞ്ഞ ഈശോയെ മറ്റുള്ളവരും മനസ്സിലാക്കണമെന്നും കണ്ടുമുട്ടണമെന്നും അവൻ ആഗ്രഹിച്ചു. അതിനായി നവയുഗ മാധ്യമങ്ങൾ ഉപയോഗിച്ചു. തൻ്റെ വെബ്സൈറ്റിലൂടെ സഭ അംഗീകരിച്ച 136ഓളം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ അവൻ ലോകമെങ്ങും പ്രചരിപ്പിച്ചു. ഇന്റർനെറ്റും മൊബൈൽ ഫോണും ഇന്നത്തെ തലമുറയെ വഴിതെറ്റിക്കുന്നു എന്നത് ഒരു വാസ്തവമാണെങ്കിൽ തന്നെയും നാം ഓർക്കണം, അതേ ഇന്റർനെറ്റും മൊബൈൽ ഫോണും ഉപയോഗിച്ചുകൊണ്ടാണ് ദിവ്യകാരുണ്യനാഥനെ പറ്റിയുള്ള വിലപ്പെട്ട അറിവുകൾ അവൻ ലോകമെങ്ങും പ്രചരിപ്പിച്ചത്. 15-ാം വയസ്സിൽ കാർലോയ്ക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചു. രോഗാവസ്ഥയോ അതേ തുടർന്നുണ്ടായ സഹനങ്ങളോ ഈശോയിൽ നിന്നും അവനെ തെല്ലും അകറ്റിയില്ല. എന്നു മാത്രമല്ല, അവൻ ഈശോയിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്തു. മറ്റുള്ളവരോട് അവൻ പറഞ്ഞു, ഈ സഹനങ്ങളൊക്കെയും തിരുസഭയ്ക്ക് വേണ്ടി ഞാൻ സഹിക്കും. പ്രിയ കൂട്ടുകാരെ, ഇന്റർനെറ്റും മൊബൈൽ ഫോണുമെല്ലാം ക്രിസ്തുവിലൂടെയും ക്രിസ്തുവിന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അത് നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്കും കാർലോയെ പോലെ ദൈവത്തിൻ്റെ ഇൻഫ്ലുവൻസേഴ്സ് ആവാം.